നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നാണ്. 2117 പത്രികകളാണ് ലഭിച്ചിട്ടുള്ളത്. ആകെ സ്ഥാനാർത്ഥികൾ 1252. ഈ മാസം 26-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പല മണ്ഡലങ്ങളിലും വിമത സ്ഥാനാർത്ഥികളുടെ ഇടപെടൽ രൂക്ഷമാണ്. ഇവരെ പിന്തിരിപ്പിക്കാനുള്ള തിരക്കിലാണ് നേതാക്കൾ. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ, കൊച്ചിയിൽ നിന്ന് ലാൽ കൃഷ്ണൻ എന്നിവർ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. റിനു ശ്രീധർ ചേരുകയാണ്. റിനു, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഈ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് ഈ സൂക്ഷ്മ പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ? ഒപ്പം തന്നെ ഈ വിമത ശല്യം അത് പാർട്ടികളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഗുഡ് മോർണിംഗ് പ്രവിത, ഉന്മേഷ്. എന്തായാലും ഇന്നലെ വൈകുന്നേരം 3 മണിവരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടുന്ന അവസാന സമയം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് നൽകുന്ന വിവരമനുസരിച്ച് 2117 പത്രികകളാണ് ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, ഒരു സ്ഥാനാർത്ഥി 2-3 പത്രികകൾ സമർപ്പിക്കും. ഇങ്ങനെ 2117 പത്രികകൾ, ഇതിൽ 1252 സ്ഥാനാർത്ഥികളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മാസം 26-ന്, അതായത് ഇന്ന് സൂക്ഷ്മ പരിശോധന നടത്തും. സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുള്ള ഏജന്റുമാർ എന്നിവരായിരിക്കും അതിൽ പങ്കെടുക്കുക. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ 26-ന് ഈ പത്രിക പിൻവലിക്കാനുള്ള ഒരു ഡേറ്റ് കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ 26-നായിരിക്കും അന്തിമമായിട്ടുള്ളൊരു ചിത്രം തെളിയുക. കാരണം എത്ര പേർ പിൻവലിക്കും, എത്ര പേർ പിൻവലിക്കാതിരിക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. അതിനുശേഷമായിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയായിരിക്കും ഇപ്പോൾ ഉള്ളത് എന്നുള്ളത്. എന്തായാലും വിമത സ്ഥാനാർത്ഥികൾ രൂക്ഷമാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. വിമത സ്ഥാനാർത്ഥികളുടെ ഇടപെടൽ അതിരൂക്ഷമാണ്. ഇപ്പോൾ ഈ അപരന്മാരെയൊക്കെ തന്നെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും വടക്കൻ കേരളത്തിലാണ് ഈ വിമതന്മാരുടെ ശല്യം ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് യാതൊരുവിധ സംശയവുമില്ല. തെക്കൻ കേരളത്തിൽ അങ്ങനെ അപരന്മാരുടെ ശല്യമില്ല എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇനി തുച്ഛമായ ദിവസം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പോലും തുച്ഛമായ ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ള ആക്ഷേപമൊക്കെ ഉയർന്നിരുന്നു. 6 ദിവസം മാത്രമാണ്. 15-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഈ അവധികളെല്ലാം കൂടി കഴിച്ചതിന് ശേഷം 6 ദിവസം മാത്രമായിരുന്നു ഈ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം കിട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനിടയിൽ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. എല്ലാവർക്കും ഈ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രവിത, ഉന്മേഷ്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ കൂടി ചേരുന്നുണ്ട്. അജി, ഗുഡ് മോർണിംഗ്. അജി, സൂക്ഷ്മ പരിശോധന നടക്കുന്ന ദിവസമാണ് പത്രികകളുടെ. എന്തൊക്കെയാണ് വിവരങ്ങൾ അജി? ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്. നേരത്തെ റിനു സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിമതരുടെയും ഒപ്പം തന്നെ അപരന്മാരുടെയും ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് തലവേദനയായി മാറുന്നത്. അതിൽ ബേപ്പൂരിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന വടക്കൻ കേരളത്തിലെ ഒരു മണ്ഡലമായ ബേപ്പൂരിലേക്ക് പോവുകയാണെങ്കിൽ ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന് 2 അപരന്മാരും ഒപ്പം തന്നെ PV അൻവറിന് 4 അപരന്മാരുമാണ് ഉള്ളത്. ഈ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ബേപ്പൂരിൽ നിന്നും വിജയിക്കാറായ PA മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പോരാട്ടം കൂടുതൽ കനക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ തരത്തിലുള്ള പ്രചാരണം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ PV അൻവർ ക്യാമ്പ് അവിടെ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിമതന്മാരുടെ ശല്യം ഇരു കൂട്ടർക്കും വലിയ തലത്തിലുള്ള തലവേദന ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നിയമസഭാ പത്രികാ സമർപ്പണത്തിൽ ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നാണ്. കൊടുവള്ളി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ 18 പേരാണ് ഈ കൊടുവള്ളി മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചത്. ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ പേരാമ്പ്ര അടക്കമുള്ള മേഖലകളിലും ഈ അപരന്മാരുടെ ശല്യം കുറവാണെങ്കിലും അവിടെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ തലത്തിലുള്ള കൂടുതലാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഏറ്റവും കുറവ് പത്രിക സമർപ്പിച്ചത് കുറ്റ്യാടി മണ്ഡലത്തിലാണ്. കോഴിക്കോട് ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കുറ്റ്യാടി ജില്ലയിൽ 9 പേർ മാത്രമാണ് അവിടെ പത്രികകൾ സമർപ്പിച്ചത്. ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയൊക്കെ പത്രികകൾ തള്ളിപ്പോകും എന്നുള്ള കാര്യം ഉറ്റുനോക്കുകയാണ്. കണ്ണൂരിലും കാസർഗോഡും വയനാട്ടിലും സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ അപരന്മാരുടെ ശല്യമുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിൽ സണ്ണി ജോസഫിനടക്കം പേരാവൂരിൽ ഈ അപരനുണ്ട് എന്ന വാർത്തകളൊക്കെ തന്നെയും ഇന്നലെ പുറത്തു വന്നിരുന്നു. ഏതായാലും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. കാരണം ശക്തമായ ഒരു ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന പല മണ്ഡലങ്ങളെയും സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ ഈ അപരന്മാർ പിടിക്കുന്ന വോട്ട് വളരെയധികം നിർണായകം തന്നെയാണ്. അപ്പോൾ പരമാവധി ഈ അമരന്മാരെ കൊണ്ട് പത്രിക പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഈ മുന്നണികളുടെ ഭാഗത്തു നിന്നും ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകുന്നത്. ഉന്മേഷ്.
ശരി, അജയ് കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്നുള്ള വടക്കൻ കേരളത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് പോകുന്നു. ലാൽ കൃഷ്ണൻ ചേരുന്നുണ്ട്. ലാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ എറണാകുളത്തും ഒപ്പം തന്നെ നമ്മുടെ മധ്യ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ അത്തരത്തിൽ സൂക്ഷ്മ പരിശോധന ഇന്ന് തന്നെയാണ് നടക്കുന്നത്. ചെറിയൊരു പിഴവുണ്ടെങ്കിൽ പോലും പത്രിക തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണന് എതിരെ ഒരു കേസുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു തലവേദന NDAക്ക് നിലവിൽ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിത, ഗുഡ് മോർണിംഗ് ഉന്മേഷ്. മധ്യകേരളത്തിൽ ഏതായാലും ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരിടം എറണാകുളം ജില്ല തന്നെയാണ്. എറണാകുളം ജില്ലയിൽ 120-ലേറെ സ്ഥാനാർത്ഥികളാണ് നിലവിൽ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഈ വിമതശല്യം എന്നതിനേക്കാൾ ഉപരി ഇവിടെ അപരശല്യത്തെക്കുറിച്ചാണ് പറയേണ്ടി വരിക. അപരന്മാർ ഏറ്റവും പ്രധാനമായിട്ടുമുള്ളത് KB സതീശൻ എന്ന പേരിൽ VD സതീശന് ഒരു അപരനുണ്ട്. രാജീവ് എന്ന പേരിൽ P രാജീവിനും ഒരു അപരനുണ്ട്. പിന്നെ അപരനുള്ളത് കോതമംഗലത്തെ UDFന്റെ സ്ഥാനാർത്ഥിയായ ഷിബു തെക്കുംപുറത്തിനാണ്. ഷിബു തെക്കുംപുറത്തിന് അപരന്മാരായിട്ട് 2 പേരാണ് നിലവിലുള്ളത്. എന്താണെങ്കിലും ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഇടുക്കി ജില്ലയിലുമാണ്. 37 സ്ഥാനാർത്ഥികളാണ് ഇടുക്കി ജില്ലയിൽ നോമിനേഷൻ നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ സ്ഥാനാർത്ഥികൾ നിലനിൽക്കും, ഏതൊക്കെ സ്ഥാനാർത്ഥികൾ തള്ളിപ്പോകും എന്ന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരീക്ഷകരുടെ തുടർ നടപടികളും നീക്കങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പൊതുവായ ചിത്രം തെളിയുന്നത് 26-ാം തീയതിയോടുകൂടിയായിരിക്കും. 26-ാം തീയതി പത്രികാ പിൻവലിക്കൽ കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഈ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിലും ഏതൊക്കെ വിമതന്മാരുണ്ട്, ഏതെല്ലാം അപരന്മാരുണ്ട് എന്ന കാര്യത്തിലും കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രചാരണ രംഗവും ചൂടുപിടിക്കുന്നതിനനുസരിച്ച് തന്നെ പലയിടങ്ങളിലും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നവർ പോലും പ്രചരണത്തിന് ഇറങ്ങുന്ന കാഴ്ച കാണാൻ കഴിയും. അത് തൃപ്പൂണിത്തുറയിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്, എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും കളമശ്ശേരിയിൽ തന്നെയാണ്. 12 പേരാണ് അവിടെ മത്സരരംഗത്തുള്ളത്. ഏറ്റവും കുറവ് ആളുകളുള്ളത് ആലുവയിലുമാണ്. 5 പേരാണ് നിലവിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. ഇത്തരത്തിൽ മത്സരരംഗം ചൂട് പിടിക്കുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളും മറ്റു കാര്യങ്ങളും കൊഴുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡീൽ വിവാദമടക്കമുള്ള കാര്യങ്ങൾ എറണാകുളം ജില്ലയെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയാണ്. പാലക്കാടിൻ്റെ പേരാണ് ആദ്യഘട്ടത്തിൽ പറയുന്നത് എങ്കിൽ പോലും അത് 2020 മത്സരിപ്പിച്ചുകൊണ്ട് BJP ആ ഡീലിൽ കരാർ വച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെയാണ്. അപ്പോൾ 2020യുടെ മറുപടികൾ പല ഘട്ടങ്ങളിലായിട്ട് വരുന്നുണ്ട്. NDA അതിനെ പൂർണ്ണമായി എതിർക്കുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസ് ഓരോ നേതാക്കളും ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അത് കാരണം തിരഞ്ഞെടുപ്പ് രംഗത്തെ ചൂടേറിയ ചർച്ചയായത് മാറുന്നു, വിവാദങ്ങളായി മാറുന്നു, തർക്കങ്ങളായി മാറുന്നു എന്നതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണ രംഗത്ത് കുറച്ച് സമയങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നൊരു പരിമിതി കൂടിയുണ്ട്. 26-ാം തീയതി ചിത്രം തെളിയുമ്പോൾ ആരെല്ലാം കളത്തിലുണ്ടാകും, ആരെല്ലാം കളത്തിന് പുറത്തായിരിക്കും എന്ന കാര്യം കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് മാറുക. ശരി, ലാൽ കൃഷ്ണനാണ് എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമതശല്യം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ പാർട്ടികളെ സംബന്ധിച്ചേറെ തലവേദന ഉണ്ടാക്കുന്ന ഒന്ന്. അപ്പോൾ എന്തായാലും സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കാനിരിക്കുകയാണ്. സൂക്ഷ്മ പരിശോധനയുടെ ഉൾപ്പെടെയുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.